60 ദിവസത്തെ വെടിനിർത്തൽ കരാർ ലംഘിച്ച് യുഎസും ഇറാനും വീണ്ടും അക്രമം കടുപ്പിക്കുന്നു. ലോകത്തിന്റെ സമാധാനം കെടുത്തിയാണ് അക്രമം പുനരാരംഭിച്ചത്. ഗൾഫ് മേഖലയിലെ പ്രവാസികൾക്ക് കടുത്ത ആശങ്ക സമ്മാനിച്ച് കുവൈത്തിനും ബഹ്റിനും നേർക്ക് ഇറാൻ മിസൈലുകൾ തൊടുക്കുന്നുണ്ട്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ പൂമുഖത്തു നിന്നും തുടച്ചു നീക്കുമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഇതിന് പകരമായി 8 അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇറാൻ വ്യക്തമാക്കി. ഇറാൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചതിന് പകരം ബഹ്റിനിലെ യുഎസ് നേവിയുടെ 5th ഫ്ലീറ്റ് ആസ്ഥാനവും കുവൈത്തിലെ അലി അസ്സലേം എയർബേസിനും നേർക്കാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണും തൊടുത്തത്. എന്നാൽ ഈ മിസൈലുകളെല്ലാം യുഎസ് സൈന്യം തടുത്തിട്ടതായി സൈനിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷമാണ് ഈ അപകടകരമായ സ്ഥിതി രൂപപ്പെടുന്നത്. ഈ ദിവസങ്ങളിൽ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നഗരം സമ്മാനിക്കുമെന്നാണ് ഇറാന്റെ ഭീഷണി. ഫോർമുസ് കടലിടുക്കിൽ അമേരിക്കൻ ബന്ധമുള്ള ഓയിൽ ടാങ്കറിന് നേർക്ക് ഇറാൻ ആക്രമണം നടത്തിയതോടെയാണ് യുഎസ് നടപടി തുടങ്ങിയത്. 24 മണിക്കൂറിനിടെ യുഎസ് 2ാം തവണയും ഇറാനിൽ ബോംബ് വർഷിച്ചു. ഹോർമുസ് കടലിടുക്കിന് സമീപത്തെ മൈനുകൾ ഇടുന്ന സംവിധാനങ്ങൾക്കും ഡ്രോൺ ശേഖര കേന്ദ്രങ്ങൾക്കും നിരീക്ഷണ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾക്കും വ്യോമ പ്രതിരോധത്തിനും നേരെയാണ് യുഎസ് സെൻട്രൽ കമാൻഡ് അടുത്ത ആഘാതം സമ്മാനിച്ചത്.